എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഏതായാലും പെരുന്നാളല്ലേ വരുന്നത്. പെരുന്നാൾ പ്രമാണിച്ചൊരു ഖീർ, ഹൈദരാബാദി സ്പെഷ്യൽ ഖീറായാലോ. പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പൊന്നി അരിയാണ്. ഒരു 1/4 കപ്പ് പൊന്നി അരി. നിങ്ങൾക്ക് ബാസ്മതി റൈസോ കയമയോ ഇനി പച്ചരിയോ ആയാൽ പോലും പ്രശ്നമില്ല. ഒന്ന് കഴുകിയിട്ട് 1 മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം. നല്ലോണം ഒന്ന് കുതിരട്ടെ. 1 മണിക്കൂർ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്കൊരു 3/4 മണിക്കൂർ കഴിയുമ്പം എല്ലാം പാല് കാച്ചാൻ തുടങ്ങാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് ആദ്യം ഒഴിച്ചിട്ടുള്ളൂ. 1/2 ലിറ്റർ പാലിൽ നമ്മൾ ഈ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം 1-2 തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെ കുതിർത്ത് വെച്ച അരി വെള്ളം വാർത്തിട്ട് ഇട്ട് കൊടുക്കാം. അരി അതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലൊരു തിള വരുന്ന വരെ കൈവക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ കേട്ടോ. ഇതാ തിള വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ട് അതേ ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഒന്ന് ഒറ്റ വിസിലാണ് വരേണ്ടത്. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അതാണെന്ന് വേകട്ടെ. 10 മിനിറ്റ് ആയതിന് ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിസിലെല്ലാം ഒന്ന് ഇറങ്ങി വരട്ടെ. ആ വിസിൽ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല വെന്ത് മലന്നിനരി കണ്ടോ. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അല്ലാണ്ട് കുത്തി അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ലോണം വെന്തിന് അത് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലോണം ഇളക്കി. ഇപ്പം സ്റ്റൗ കത്തിക്കണേ. സ്റ്റൗ കത്തിച്ചിട്ട് നല്ലോണം അത് പിന്നെയും ഒന്ന് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള 1/2 ലിറ്റർ പാലും കൂടി, മൊത്തം നമ്മൾ 1 ലിറ്റർ പാലിലാണ് 1/4 കപ്പ് അരി ഇട്ടിട്ട് പായസം വെക്കുന്നത്. അപ്പോൾ അതാ 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം കുറച്ച് നേരം കൈവെക്കാണ്ട് ഇളക്കണേ. എന്നിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും. കണ്ടോ, അറ്റത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് ഓരോ ഭാഗത്തൊന്ന് കോരിങ് കണ്ടോ. അത് ആ ചട്ടകത്തിൻ്റെ മുകളിൽ പിടിക്കുന്നില്ല. അപ്പോൾ അത് പിടിക്കുന്ന അളവിലേക്കാകുന്ന സമയത്ത് ചെറുങ്ങനായി വരും. ആ സമയത്ത് നമുക്കൊരു 1/3 കപ്പ് പാൽപ്പൊടിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ക്രീമില്ല, അതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ചേർത്തിട്ട് പിന്നെ നല്ലോണം വിസ്ക് വെച്ചിട്ട് തന്നെ കലക്കി കൊടുക്കുക. അന്നേരം പെട്ടെന്ന് കലങ്ങിക്കോളും. അത് തിളക്കുന്നതിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കട്ടയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പഞ്ചസാര, ഞാൻ 100 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പഞ്ചസാര നമ്മൾ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെക്കുന്നുണ്ട്. കണ്ടോ, അതവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് പിന്നെ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കളറ് നല്ല മറ്റേ പിങ്ക് പാലടേൻ്റെ കളറെല്ലാം വരുക അങ്ങനെയാക്കുമ്പോൾ. കണ്ടോ, ഇതുപോലെ ഈ ചട്ടകത്തിൻ്റെ ബേക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. കണ്ട, ക്രീമി ആയി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നല്ലോണം കൈവെക്കാണ്ട് ഇളക്കണേ. അടിയിലൊന്നും പിടിച്ചു പോറ്. ഈ വക്കത്തുള്ളതെല്ലാം ഇങ്ങോട്ട് തള്ളി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കണ്ടോ, ഇപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് അങ്ങനെ കാര്യമായി ഇനി നമുക്ക് നമ്മളെ മറ്റേ പഞ്ചസാര ഉരുക്കി ഇങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ട, ഒരു പാത്രം വെച്ചിട്ട് നല്ലോണം ഒന്ന് കാരമലൈസ് ചെയ്ത് ഇട്ടാൽ നല്ലൊരു മണമായിരിക്കും. ഈ പായസത്തിന് നല്ലൊരു കളറും ആയിരിക്കും. നല്ലോണം ഒന്ന് ഉരുക്കി വരട്ടെ. ഒന്ന് ഇളക്കി ഉരുക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഗോൾഡൻ കളറിലാവുമ്പോൾ കണ്ടോ, ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കൈമലേക്ക് പാളർ ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി ചേർക്കുക. അതും കൂടി ഇളക്കി ചേർത്തതിന് ശേഷം കണ്ടോ, നല്ല ക്രീമി പായസമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ടത്, പിന്നെ ഒരു 1/4 കപ്പ് പിസ്ത, അതേപോലെ ഒരു 1/4 കപ്പ് ബദാമും. ഇതൊന്നും നെയ്യിലൊന്നും വറുത്തിട്ടല്ല കേട്ടോ, വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി നല്ലൊരു തിള പിന്നെയും വരണം. തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ
ഈ സമയത്ത് ഞാൻ കുറച്ച് സാഫ്രൺ പാലിൽ ഇട്ടിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയോ മിസ്സായിപ്പോയി കേട്ടോ. ഇനി ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യും. കണ്ടോ, നല്ല അടിപൊളി, നല്ല മണം. ഈ കാരമലൈസ് ചെയ്ത അതിൻ്റെ ഒരു മണവും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കൊരു കുടിക്കാൻ തോന്നുന്ന അത്രയും നല്ല ടേസ്റ്റി ക്രീമി ഖീർ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.